ആളുകളെ ആക്രമിക്കാനല്ല, ആക്രമിക്കാൻ വരുന്നവനെ പ്രതിരോധിക്കാനാണ് കരാട്ടെ. അത് അഹിംസാനിഷ്ഠമായ ഒരു കായിക കലയാണ്. കാരണം ഗാന്ധി ഒരിക്കലും ആക്രമിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ഗാന്ധി നിങ്ങളുടെ നേരെ വരുന്ന അക്രമത്തെ നിങ്ങൾ ചെറുക്കാതിരിക്കണം എന്നല്ല പറഞ്ഞ് ചെറുക്കണം എന്നാണ് പറഞ്ഞത്. ഈ കലാവിദ്യ പഠിച്ചാൽ ഏറ്റവും വലിയൊരു നേട്ടം, ഇത് വലിയൊരു വ്യായാമമാണ്. അത് ചെയ്യാൻ പൊതുവെ ആളുകൾക്ക് മടിയാണ്. അല്ലെങ്കിൽ മടിയുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ട് എനിക്കറിയാം വ്യായാമത്തിന് എത്ര ബുദ്ധിമുട്ടാണ് വ്യായാമം ചെയ്യാൻ, പ്രത്യേകിച്ച് കുറച്ച് പ്രായം കഴിയും. അതുകൊണ്ട് നിങ്ങളുടെ കൂട്ടത്തിൽ ഉള്ള കുട്ടികൾക്കൊക്കെ മതിയായ വ്യായാമം കിട്ടും. ഇത് കൊണ്ടു നടന്നാൽ പിന്നെ സാമാന്യമായി മരുന്ന് കഴിക്കുന്നതിൻ്റെ എണ്ണം കുറയ്ക്കാം പ്രായം കൂടുമ്പോൾ. അപ്പം ഞാൻ ഹക്കീമിനോട് ചോദിച്ചു, എനിക്ക് ഇവിടുന്ന് മര്യാദയ്ക്ക് അങ്ങോട്ട് കാണുന്നില്ല, ഇതിൽ പെൺകുട്ടികളുണ്ടോ? അപ്പോൾ പറഞ്ഞു പെൺകുട്ടികളാണ് ഭൂരിപക്ഷം. അപ്പോൾ ഇവിടുത്തെ സ്ത്രീ സുരക്ഷയുടെ പ്രധാനപ്പെട്ട ഒരു മാധ്യമമായിട്ട് കരാട്ടെ മാറണം എന്നാണ് എനിക്ക് അഭിപ്രായമുള്ളത്. ഞാൻ ഹക്കീമിനോട് ചോദിച്ചു, ഈ ഇങ്ങനെ പൊരുതുന്നത് ആൺകുട്ടികൾ തമ്മിലാണ് അല്ലേ? അതെ. പെൺകുട്ടികൾ തമ്മിൽ പൊരുതും. അപ്പം ഇനി നിങ്ങൾ ഉത്സാഹിക്കേണ്ടത് ആൺകുട്ടികൾ പെൺകുട്ടികളോടും പെൺകുട്ടികൾ ആൺകുട്ടികളോടും പൊരുതുന്ന കലാപരിപാടി ഉണ്ടാക്കാനാണ്. അപ്പോൾ മാത്രമേ പെൺകുട്ടികളുടെ ആത്മവിശ്വാസം വർദ്ധിക്കൂ. അപ്പോൾ നമ്മുടെ നാട്ടിൽ പലതരത്തിൽ പീഡിപ്പിക്കപ്പെടുന്ന സ്ത്രീത്വമുള്ള നാടാണ്. സ്ത്രീത്വം എത്ര അരക്ഷിതവും അനാഥവുമാണ് എന്ന് ഏറ്റവും പുതിയ സംഭവവികാസങ്ങൾ പത്രങ്ങളും ടി വിയൊക്കെ നിങ്ങളോട് പറയും. അതുകൊണ്ട് ഈ കായികകല ഇവിടെ സമാധാനവും സന്തോഷവും ഉണ്ടാക്കുവാനിടയാകട്ടെ. തീർച്ചയായിട്ടും കായികമായ ക്ഷമത, ശക്തി കൂടിയാൽ അത് മാനസികമായ ആനന്ദത്തിനും ആശ്വാസത്തിനും വഴിയാണ് എന്ന് നിങ്ങൾക്ക് അനുഭവം കൊണ്ടറിയാം. ഞാൻ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്കൊക്കെ ഈ രംഗത്ത് വലിയ ഭാവി, ശോഭനമായ ഭാവി ആശംസിക്കുന്നു. ഈ വർഷം തീരാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്കൊക്കെ പുതുവത്സരം നേർന്നുകൊണ്ട് ഈ വേദിയുടെയും സദസ്സിൻ്റെയും അനുവാദത്തോടു കൂടി ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി ഞാൻ പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം.